Kalyan Jewelers celebrating 200 showrooms. Visit now for exciting offers. തമിഴ് ആർട്ടിസ്റ്റുകളുടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഒരു കട്ട എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇപ്പോൾ ഒരു മീറ്റർ ഉണ്ട് സാർ, ഇത് മീഡിയം കട്ട കൂടുന്നത് അവരതേപോലെ കറക്റ്റ് സൗണ്ടൊക്കെ റെഡിയാക്കി ഒരു മീഡിയം കട്ട് തരും. അതൊക്കെ താഴെ അവർക്ക് എല്ലാ റേഞ്ച് അവർ കയ്യിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ആസിക്കയും ബാലുവാണ് എന്നെ സിനിമയിലേക്ക് നമുക്ക് ചെയ്യാം. ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവർ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ആൾക്കാരായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത്. എന്നെ നായകനാക്കി വെച്ചിട്ടൊരു സിനിമ ചിദംബരം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉറപ്പായിട്ടും അന്നത്തെ നമുക്ക് അങ്ങനത്തെ ഒരു സാറ്റലൈറ്റ് വാല്യൂ നമ്മൾ വെച്ച് റിസ്ക് ചെയ്യാനൊന്നും ആൾക്കാർക്ക് ലൈക്ക് അന്നത്തെ ടൈമിൽ പറ്റുന്നുണ്ടായിരുന്നില്ല. ചിദംബരത്തിന്റെ ബെസ്റ്റ് റൈറ്റിംഗ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ചിദംബരത്തിൽ ഒരുപാട് സ്ക്രിപ്റ്റുകളും ഐഡിയകളും മനസ്സിലുണ്ട്. നമ്മൾ ഡിസ്കസ് അതേപോലെ ഒരു ഡിസ്കഷനിൽ വന്നൊരു അവരുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്ന പരിപാടിയാണ് ജാനേമൻ എന്നൊരു ത്രെഡ്. ചിദംബരത്തിന്റെ മഞ്ഞുമൽ ബോയ്സ് അല്ല, അതിലും ഭീകരമായിട്ടൊരു ഒരു ക്രൈം ത്രില്ലർ സാധനം ചിദംബരത്തിലുണ്ട്. അപ്പം ചിദംബരം എഴുതിയിട്ടുണ്ടായിരുന്നു, ഓൾറെഡി എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. ഗണപതിയാണ് ക്യൂ സ്റ്റുഡിയോയിൽ. ഗണപതി ആക്ടർ കാസ്റ്റിംഗ് ഡയറക്ടറിന് നമ്മൾ മഞ്ഞുമൽ ബോയ്സിന് ശേഷം ഭയങ്കര പ്രൗഡായിട്ട് പറയാവുന്നൊരു മൊമെൻ്റാണ്. എനിക്കൊന്നത് സംവിധാനത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നും കൂടി കേട്ടിട്ടുണ്ട്. ആദ്യം ചോദിക്കാനുള്ളത്, ഈ മഞ്ഞുമൽ ബോയ്സ് മലയാള സിനിമയുടെ സീൻ മാറ്റുന്ന സുഷിൻ പറഞ്ഞതിൽ നിന്ന് മാറി നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ തന്നെ ഒരു സീൻ മാറ്റുന്ന കാഴ്ചയാണ് കാണുന്നത്. തമിഴ്നാട്ടിലൊക്കെ പാക്ഡ് ഷോസ് വരുന്നു. അതോടൊപ്പം തന്നെ എനിക്കതിൽ ഏറ്റവും പ്രത്യേകതയായിട്ട് തോന്നിയത് ഇതിൽ തമിഴ് കാസ്റ്റിംഗ് കൂടിയാണ്. മലയാളം കാസ്റ്റിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. തമിഴ് കാസ്റ്റിംഗ് എന്നുള്ളതിൻ്റെ കാര്യത്തിൽ എങ്ങനെയായിരുന്നു ഗണപതിയുടെ ഒരു വർക്ക് നടന്നത്? ഇനീഷ്യലി ഈ തമിഴ് കാസ്റ്റ് എനിക്കൊന്ന് ഈ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ഐഡിയ വന്നപ്പോൾ തന്നെ ഇതിൻ്റെ കാസ്റ്റിംഗ് തുടങ്ങാൻ എന്നോട് ചിദംബരം പറയണ്ടായി. ചിദംബരനാണ് എനിക്ക് പണി ചെയ്യിപ്പിക്കുന്നത്. ഈ അത് കാസ്റ്റിംഗ് ഡയറക്ടർ, അതിൻ്റെ പണി നീ ചെയ്തോ, എനിക്ക് പണി നോക്കണ്ട, അത് നീ ചെയ്തോണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബോയ്സിൻ്റെ കാസ്റ്റിങ്ങിന് ഇങ്ങനെ ബോയ്സിൻ്റെ കാസ്റ്റിംഗ് അപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരുത്തരെ മിസ്സിങ് ഔട്ടും ലൈക്ക് ഓരോരുത്തരെ നമുക്ക് ഫൈനലെത്തുമ്പോഴത്തേക്കും എത്താതെ ലൈക്ക് കൺഫ്യൂഷനായിട്ടുള്ള ഒരു സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ചിദംബരം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു നിഷ്കരുണം പറ്റില്ല അങ്ങനെ പറഞ്ഞല്ലേ. ചിലപ്പോൾ നമുക്ക് ദേഷ്യമൊക്കെ വരും, സങ്കടവും ദേഷ്യമൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ഈ തൊഴിൽ ചെയ്യുന്നത്. അങ്ങനെ ചെന്നൈ കാസ്റ്റിലേക്ക് തമിഴ് കാസ്റ്റിലേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയത് ഞാൻ തട്ടാശ്ശേരി കൂട്ടം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു, ദിലീപേട്ടൻ്റെ പ്രൊഡക്ഷനിലൊരു പടം. അപ്പോൾ അതിൽ രാമചന്ദ്ര ദുരൈ എന്ന് പറഞ്ഞൊരു ആക്ടറായിട്ട്. അപ്പോൾ റാംസിയുടെ ഞാൻ മധുരയിൽ ഷൂട്ട് നടക്കുമ്പോൾ ഞാൻ സമീപത്തൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഞാൻ അവിടുത്തെ ഒരു ഹോട്ടലുകാരനായിട്ടൊരു ചെറിയ കശപിശ ഉണ്ടായി. അവരെല്ലാവരും കൂടെ എന്നെ വളഞ്ഞു നിൽക്കുമ്പോഴത്തേക്ക് എന്നെ രക്ഷിച്ചത് റാംസിയണ്ണനാണ്. അപ്പം തന്നെ ഒരു അണ്ണൻ തമ്പി ബന്ധം ഞാനും പുള്ളിയായിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഈ കാർത്തിക് സുബ്രാജ് പടങ്ങളിലൂടെ പുള്ളിയുടെ അപ്പിയറൻസും ചെന്നൈക്ക് പുള്ളിയായിട്ടുള്ള ഒരു കണക്ഷനും പരിപാടിയൊക്കെ എനിക്ക് അന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം പുള്ളിയാണ് എൻ്റെ മനസ്സിൽ ഓടിയത്. അങ്ങനെ റാംസിയണ്ണനെ വിളിക്കുമ്പോൾ റാംസിയണ്ണൻ പറഞ്ഞത് ധൈര്യമായിട്ട് പോര്, നമുക്ക് എന്തെങ്കിലും പരിപാടി പിടിക്കാം എന്നുള്ള രീതിയിൽ പറയും. ഞാൻ ചിതുനോട് പറഞ്ഞിട്ട് ഞാനും എൻ്റെ ടീമും, അതായത് സ്ക്രിപ്റ്റ് കംപ്ലീറ്റഡ് ആണില്ല, അല്ല സ്ക്രിപ്റ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് നമുക്കറിയാം, പക്ഷെ അവരുടെ പ്ലേയും അവരുടെ ഇതിനെ കുറിച്ചൊരു ഡീറ്റെയിൽസ് അത് ആക്ച്വലി ചിത്തൊരു വ്യക്തമായിട്ടുണ്ടായിരുന്നു. അല്ല, അന്ന് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? അതെ, ഉണ്ട്, കൃത്യമായിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇതിന് പോകുന്നതിന് മുമ്പേ ഞാനിവിടെ ഒരു കാസ്റ്റിംഗ് കോളാണ് വിളിച്ചത്. ഞാൻ പേഴ്സണലി മഞ്ഞുമ്മലുള്ള നീന്തൽ അറിയാവുന്ന ആ കാസ്റ്റിംഗ് കോളല്ലേ ആദ്യം? അതല്ല, അതൊക്കെ ആക്ച്വലി പിന്നീടാണ് വരുന്നത്. ഞാൻ പക്ഷേ ചില കാസ്റ്റിംഗ് കോഡുകൾ പറവ പ്രൊഡക്ഷൻസിന്റെ പേരിലിടരുത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നിബന്ധന ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ പേഴ്സണലായിട്ട് തമിഴ് പേജുകളിൽ ഫേസ്ബുക്കിൽ നമുക്ക് ഗ്രൂപ്പുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ നമ്മളിവിടെ ഫേസ്ബുക്കിൽ മലയാളത്തിലുള്ള പോലെ തന്നെ പല ഗ്രൂപ്പുകളുണ്ടാവും. ആ ഗ്രൂപ്പിൽ പോയിട്ട് പേഴ്സണലായിട്ട് ഞാൻ തന്നെ ഒരു ഫോട്ടോ അടിച്ചിട്ട് ഇങ്ങനെ ജാനേമൻ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അന്നത്തെ ക്രൈറ്റീരിയ ജാനേമൻ എന്ന് പറഞ്ഞ മലയാള സിനിമയുടെ ഡയറക്ടർ ചെയ്ത രണ്ടാമത്തെ സിനിമയാണ്. ഇതിൽ കുറച്ച് തമിഴ് കാസ്റ്റുകൾ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെയാണ് ഇത് തുടങ്ങുന്നത്. അങ്ങനെ പക്ഷേ ഒരുപാട് ഒരു 300-400ഓളം ആക്ച്വലി നമുക്ക് വാട്സാപ്പിലൂടെ ഇവരുടെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ഇന്ന ക്യാരക്ടർ, ഇന്നൊരു പോലീസ് ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ചിലപ്പോൾ യൂണിഫോം വരെ വാടകയ്ക്ക് എടുത്തിട്ടായിരിക്കും ആ സീൻ വന്നിട്ട്. അത്ര ഡെഡിക്കേറ്റഡ് ആണ് തമിഴിലെ ആർട്ടിസ്റ്റുകൾ. എനിക്ക് തോന്നുന്നു അവർ ഭയങ്കര ഒരു സിനിമ ഒരു ആർട്ടിനേക്കാൾ അവരൊരു മതപരമായ അങ്ങനെ ഒരു ദൈവത്തെ പോലെയാണ് എനിക്ക് അവർ അതിനെ സമീപിക്കുന്നത്. ദൈവികമാണ് അവർക്ക് സിനിമ എന്ന് പറയുന്നത്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവർ അങ്ങനെ കുറേ റിക്വസ്റ്റുകൾ വന്നു. അതിൽ നിന്ന് സോർട്ട് ചെയ്ത് നമുക്ക് ഒരു 3-4 പേരെ
ഒപ്പിക്കാൻ പറ്റിയെങ്കിലും ബാക്കി ഒരുപാട് കാസ്റ്റുകൾ ബാക്കി നിൽക്കുന്ന സമയത്താണ് ഞാൻ റാംസിയെ വിളിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇതിൽ തന്നെ ഇപ്പൊ തമിഴ് കാസ്റ്റ് മൊത്തം എത്ര പേരുണ്ടാവും, എത്ര നമ്പർ ഉണ്ടാവും? എനിക്ക് തോന്നുന്നു 16-17 പേരുണ്ട്. ഇപ്പൊ 17 പേര് എന്ന് പറയുമ്പോൾ അതിലൊരു പ്രോമിനൻസ് ഉള്ളവരുണ്ട്, 2 പേരുണ്ട്. അപ്പൊ ഈ 16 പേര് എന്ന് പറയുമ്പോൾ അതിലേക്ക് വരുന്ന നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ഇതിന്റെ 10 ഇരട്ടിയൊക്കെ ആയിരിക്കുമല്ലോ. അതിൽ നിന്ന് തന്നെ സോർട്ട് ചെയ്യാന്ന് പറയുന്നത് ഇത് അസാമാന്യ പേഷ്യൻസ് വേണമല്ലോ. ഇത് കാണണം, ഇതിൽ നിന്ന് ഇത് ചെയ്യാം. ചില ആളുകൾ ഇത് ചെയ്തേക്കാം, പക്ഷെ അതിനപ്പുറത്ത് പൊട്ടൻഷ്യൽ ഉണ്ടാവണമെന്നില്ല. അങ്ങനെ അതിന് കറക്റ്റ് ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ഇരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ടീം ഉണ്ടാവില്ല എന്തായാലും. ഇനീഷ്യലി അത് പിന്നെ ഗണപതി തന്നെ ചെയ്ത്, ഗണപതി ആദ്യം കൺവിൻസ് ചെയ്തിട്ട് പിന്നെയാണല്ലോ ചിദംബരത്തിലേക്ക് എത്തുക. അത് എളുപ്പത്തിൽ നടക്കുന്ന പരിപാടി എളുപ്പമല്ല. കാരണം ഇത് നല്ലൊരു ടൈം കിട്ടി എന്നുള്ളതാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം നമ്മളൊരു 6-7 ഏകദേശം 8 മാസം 9 മാസക്കാർ. കാരണം ഈ സുഭാഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ആയിരുന്നു ഏറ്റവും കൂടുതൽ ടൈം നമ്മൾ വെയിറ്റ് ചെയ്തത്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അവിടെ ഒരു നല്ലൊരു ആക്ടറിനെ അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള ഒരു ആക്ടറിനെ പ്ലേസ് ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം സുഭാഷിന്റെ കാസ്റ്റുകൾ പോയിക്കുന്നത്. സുഭാഷിന്റെ കാസ്റ്റുകൾ ഒരുപാട് മാറി പറഞ്ഞാണ് ബാസിയിലേക്ക് എത്തുന്നത്. പക്ഷെ അത് കറക്റ്റ് നിമിത്തം പോലെ ബാസിയിലേക്ക് എത്തി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഒരു പെർഫെക്റ്റ് കോംബോ ആയത്. അപ്പം ആ ഒരു ടൈം അളവിൽ നമുക്ക് ഈ തമിഴ് കാസ്റ്റുകളിലൂടെ സോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാർ ഉണ്ടായിരുന്നു. അപ്പം ആദ്യം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് തമിഴ് കാസ്റ്റുകളെല്ലാം ആക്ച്വലി മിക്കതും നല്ല പ്രോമിനൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ്. ഇപ്പോൾ ജോർജ് മറിയൻ സാർ ചെയ്തത് യോഗി ബാബു, അങ്ങനെയൊക്കെയുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നീടാണ് ഒരു പോയിന്റിൽ അങ്ങനെ വേണ്ട, നമുക്ക് കുറച്ച് ചില നമ്മൾ അറിയുന്ന കുറച്ച് നോൺ ഫേസുകളും അല്ലാതെ അറിയുന്ന ആൾക്കാർ തന്നെ ആയിരിക്കാം, പക്ഷേ എന്നാൽ പോലും ഇത്രയും വലിയ ക്യാരക്ടേഴ്സ് ഒന്നും ചെയ്യാത്ത ആൾക്കാരുള്ള ഒരു അങ്ങനത്തെ ഒരു ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവരാമെന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെയാണ് എന്താ പറയണ്ട, നമ്മൾ ഈ തമിഴ്നാട്ടിൽ പോയി റാംസിയുടെ ക്യാരക്ടർ ഓൾറെഡി ഫിക്സ്ഡ് ആയിരുന്നു. കാരണം ആ ഗൈഡ് പരിപാടി ഡൊമിനിക് എന്ന് പറഞ്ഞ ക്യാരക്ടർ ജോർജ് മറിയൻ സാറിൻ്റെ ഞാൻ അന്ന് ലിയോ ഒന്നും ഇറങ്ങിയിട്ടില്ല, അത് കൈദിയാണ് എൻ്റെ മനസ്സിലുള്ള ഒരു പരിപാടി. അപ്പോൾ കൈദിയിൽ എനിക്ക് പുള്ളിയുടെ ഒരു ചെറിയ അപ്പിയറൻസിൽ പുള്ളി ഇത്രയും മാസ് പ്ലേ കൊണ്ടുവരാൻ പറ്റിയ ആ ഒരു ബോഡി ലാംഗ്വേജും പുള്ളിയുടെ ഒരു അഭിനയ രീതിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയാണ് ജോർജ് മറിയൻ സാറിനെ ഞാൻ പ്ലേസ് ചെയ്തത്. ഇതിൽ എനിക്ക് തോന്നുന്നത് പക്ഷേ ജോർജ് സാറിന്റെ ഇതിൽ കുറച്ചുകൂടി മിനിമൽ ആണല്ലോ. തമിഴിൽ പുള്ളി കാണുന്ന അത്ര ലൗഡ് പ്ലേ അല്ല ഇതിൽ എല്ലാരും. ഈ ക്യാരക്ടർ ഇത്ര കുറച്ചുകൂടി മിനിമൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിലേക്കാണ്. പിന്നെ ഇത്രയും ഇമോഷണൽ മൊമെന്റ്സിൽ ഭയങ്കര ടൈറ്റ് ആണ് എന്നുള്ളത് കൺവിൻസ്ഡ് ആവുന്നത് ഇപ്പൊ കൈദി മാത്രം കണ്ടാൽ പോരല്ലോ, വേറെയും പടം കണ്ടു. അല്ലല്ല, ജോർജ് മറിയൻ സാർ നമ്മൾ ഒരുപാട് സിനിമകളിൽ എനിക്ക് തോന്നുന്നു കണ്ടിട്ടുണ്ട്. എനിക്ക് പേരെടുത്ത് പറയാനല്ല ഞാൻ പറഞ്ഞത്, മെമ്മറിയിൽ ഉണ്ടാവും. പക്ഷേ ഇപ്പൊ കൈദി വെച്ചിട്ട് പുള്ളിയെ കാണുമ്പോൾ ഈ കാസ്റ്റിന് വേണ്ടി വേറെ പടം ഒന്നിച്ച് കാണും. അത് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ തമിഴ് ആർട്ടിസ്റ്റുകളുടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഒരു കട്ട എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇപ്പോൾ ഒരു മീറ്റർ ഉണ്ട് സാർ, ഇത് മീഡിയം കട്ട കൂടുന്നു. അവരതേപോലെ കറക്റ്റ് സൗണ്ടൊക്കെ റെഡിയാക്കി ഒരു മീഡിയം കട്ട് തരും. അതൊക്കെ താഴെയുള്ള അവർക്ക് എല്ലാ റേഞ്ച് അവർ കയ്യിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ. ഇപ്പോൾ വിജയ് മുത്തു ആയിരുന്നു. വിജയ് മുത്തു ആദ്യം എന്നാടാ സാർ, അതുപോലെ വേണം സാർ, അത് കൊഞ്ചം കൂടി കമ്മി പണം. അപ്പോൾ കറക്റ്റായിട്ട് പുള്ളി അതിനിട്ട് നമുക്ക് പുള്ളി അപ്പോൾ ചിലപ്പോൾ അവർ തമിഴിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്ന റേഞ്ച് ഇതായിരിക്കാം. അപ്പോൾ നമുക്കതവിടെ വരുമ്പോൾ ഈസിലി മാനേജബിൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അവരുടെ. പക്ഷെ ഇതിൽ എനിക്ക് തോന്നുന്നു തമിഴിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അവസാനം കിട്ടിയതും ഏറ്റവും അടിപൊളിയായി കിട്ടിയതുമാണ് കതിരേശൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ശശികുമാർ. അത് ഒരേ സമയം ഒരു റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ളൊരു മുഖമാണ്, എന്നാൽ പോലും അവസാനം ഈ ബോയ്സിനോട് ഒരു ചേഞ്ച്, ഒരു എമ്പതി വരുന്നൊരു ക്യാരക്ടറുമാണ്. അപ്പോൾ ഇയാൾ എങ്ങനെയും എനിക്ക് ഓഡിഷന് പോയിട്ട് പല ആൾക്കാരൊന്നും ചിദംബരം കൺവിൻസ് ആയിട്ടില്ല, നമ്മൾ കൺവിൻസ് ആയിട്ടില്ല. അങ്ങനെ ഞാൻ വീണ്ടും വാട്സാപ്പൊക്കെ തുറന്ന് പഴയ ലിസ്റ്റുകൾ ഇങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഒരു ഫേസ് കണ്ടു. ഇയാളുടെ ഫേസ് കണ്ടപ്പോൾ അവിടെ ഒരു റൗഡി മാത്രം ഫോട്ടോ ആണ് എനിക്ക് പുള്ളി എനിക്ക് അയച്ചിരുന്നത്. അങ്ങനെ ഞാൻ പുള്ളിയെ വാട്സാപ്പിൽ ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് കേരളയിലെ ആൾക്കാർ വരുന്നു, അവരെങ്ങനെ മിരട്ടുന്നു. അപ്പോൾ എവിടെയോ നിങ്ങൾക്കൊരു ചെറിയ സിമ്പതി തോന്നിട്ട് സാർ വിടുക സാർ, നമുക്ക് ഇങ്ങനെ പസങ്ങൾ പോയിട്ട് പോകാം എന്നൊക്കെ അങ്ങനത്തെ ഒരു രീതിയിൽ ഒരു സീൻ ചെയ്യാൻ പറഞ്ഞു. അത് ഭയങ്കര അടിപൊളിയായിട്ട് പുള്ളി ചെയ്തു. അങ്ങനെയാണ് കതിരേഷനിലേക്ക് ഈ ശശികുമാർ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിദംബരത്തിൻ്റെ എൻ്റെയൊക്കെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് കതിരേഷൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. എല്ലാവരും ഫേവറേറ്റ് ആണ്. പിന്നെ ലക്ഷ്മി പ്രിയ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറിൻ്റെ ഒറ്റ സീനേ ഉള്ളൂ അവർ, പക്ഷെ അതവർ അതെ. അപ്പോൾ അതൊക്കെ ഇവിടെ ഈ ചെന്നൈയിൽ നമ്മൾ ഒരു തിയേറ്റർ പോയിട്ട് അവിടെയാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഈ പറഞ്ഞ. അപ്പോൾ അതുപോലത്തെ ഒരു 10-100 സിനിമകളിൽ അഭിനയിച്ചൊരു വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ പേര് മറന്നു. പുള്ളി വരെ നമുക്ക് ഓഡിഷൻ തരാൻ വേണ്ടി വന്നു. അപ്പോൾ അവർക്ക് അത്രയും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് ഈ പരിപാടിക്ക്. അങ്ങനെയാണ് ഏകദേശം ഒരു 10-12 ക്യാരക്ടർ അവിടെ നിന്നാണ് സോർട്ട് ചെയ്തത്. ഒരു 100-200 പേരെന്തോ വന്ന് നമുക്ക് ഓഡിഷൻ തന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിലും ആക്ച്വലി ഉണ്ടായിരുന്നു. നമുക്ക് ഈ തമിഴ് പറയുമ്പോൾ പോലും കേരളത്തിൽ ബാസിയുടെ അമ്മയായിട്ട് ചെയ്ത ആർട്ടിസ്റ്റ്, പിന്നെ അവർ മലയാളിയാണ്, റിനി ചേച്ചി.
റിനി ചേച്ചി. പിന്നെ അത് നമ്മൾ നടത്തിയത് വരാപ്പുഴ ഭാഗത്ത്, ചേർന്നല്ലൂർ ഭാഗത്ത്, ഏകദേശം ആ ഏലൂർ ഭാഗം ആ ഭാഗം കേന്ദ്രീകരിച്ചായിരുന്നു നമ്മൾ അവിടുത്തെ നാട്ടുകാരുടെ ഒരു പരിപാടി മൊത്തം കാസ്റ്റ് ചെയ്തത്. ഇപ്പൊ നോക്കിയ സൗബികയുടെ ഫാദറായിട്ട്, സൗബികയുടെ ഫാദർ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അയാളെ പോലെ തന്നെ ലാസ്റ്റ് ഈ സംസ്ഥാനം പണി വരുന്ന ഭയങ്കര റാപ്പ് ഫീൽ ചെയ്യുന്ന ഒരു. അതെ അതെ, അവർ തമ്മിൽ കുറെ സീൻസ് ഉണ്ടായിരുന്നു ആക്ച്വലി. അപ്പൊ ഇങ്ങനെ ഫൈനൽ എഡിറ്റിൽ വന്നപ്പോൾ കട്ടായി പോയതാണ്. അപ്പോൾ അതിൽ ഈ അമ്മ ക്യാരക്ടർ ആണെങ്കിലും നമ്മൾ ആദ്യം കാണുന്ന കുറച്ച് പാസീവായിട്ട് ഈ സൗബിനോട് നോക്കിയേക്കണടാ എന്ന് പറഞ്ഞു പോകുന്ന മൊമെന്റിൽ നിന്ന് ഇത് എത്രത്തോളം അത് എത്രത്തോളം പിന്നീട് ഒരു ഹിന്റ് ഡ്രോപ്പ് ചെയ്യുന്ന പോലെ ക്ലൈമാക്സിൽ എത്രത്തോളം ആവശ്യമാണ് എന്ന് തോന്നുന്ന രീതിയിൽ ലാസ്റ്റ് നമ്മൾ ഏറ്റവും എനിക്ക് ആർക്കും കണ്ണ് നിറഞ്ഞിട്ടല്ലാതെ പോകാൻ പറ്റാത്ത സീനിലേക്കാണല്ലോ ഇതുപോലൊരു ആക്ടർ വരുന്നത്. അതും ഞാൻ പ്രൊഫഷണലി ട്രെയിൻഡ് ആയ ഒരു പെർഫോമറെയോ തിയേറ്റർ ആക്ടറെയോ ഒന്നുമല്ലോ കൊണ്ടുവന്നില്ല. അവരെയും ഇതേപോലെ നമ്മൾ എന്താ പറയണ്ടേ, ഓഡിഷനിലൂടെ അല്ലാതെ ഞാനിങ്ങനെ വാട്സാപ്പിലൂടെ ഇങ്ങനെ സംസാരിച്ച് അവരുടെ പ്രൊഫൈൽ കേട്ടിട്ട് അവരുടെ ഒരു പരസ്യമായിരുന്നു ഞാൻ കണ്ടത്. അവരൊരു മീൻകറിയായിട്ട് ഇങ്ങനെ ഏതൊരു പടത്തിൽ ഇങ്ങനെ ഏതൊരു ആഡിൻ്റെ ഇതിൽ. അപ്പോൾ ഭയങ്കര രസമായിട്ട് അവർ ചെയ്യുന്നത് പോലെ തോന്നിയിട്ട് അവരുടെ അടുത്ത് ഇങ്ങനത്തെ ആ ഒരു സീൻ തന്നെ ഉണ്ട്. ആ സീൻ ഇല്ല ആക്ച്വലി. ഈ രണ്ട് മക്കൾ തല്ലു പിടിക്കുമ്പം അമ്മ വന്നിട്ട് സുഭാഷിനെ തെറി പറയുന്നുണ്ട്, നിങ്ങൾക്ക് വീട്ടിലോ അവരാണെങ്കിൽ കുറച്ച് കോഴിക്കടയിൽ പോയിട്ട് പടിയെങ്കിലും എടുത്തിട്ട് 10 കാശ് ഇട്ടേക്കണം, എന്നെ കൊണ്ട് അതിനെങ്കിലും ഉപകാരം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സാധനങ്ങളുണ്ട്. അപ്പോൾ ആ സീനാണ് അവർക്ക് കൊടുത്തിട്ട് അവരത് ഭയങ്കര ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്തത്. അത് സിനിമയില്ലാത്ത അങ്ങനത്തെ കുറച്ച് സീനുകളുണ്ട് ആക്ച്വലി. പിന്നെ അപ്പോൾ അവര് എന്താ പറയണ്ട, ആ സീൻ ചെയ്യുമ്പോഴാണ് റിനി ചേച്ചി ചിതു എല്ലാവരും നോട്ടീസ് ചെയ്യുന്നത്. അങ്ങനെയാണ് റിനി ചേച്ചിയുടെ ക്യാരക്ടർ ഇതിലേ പ്ലേസ് ആവുന്നത്. പിന്നെ റിനി ചേച്ചി കുട്ടനെ തെറി വിളിക്കുന്ന സീൻ ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഇല്ല ഈ സീൻ തന്നെ കൂടി പോവോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഫയൽ കട്ടിൽ വന്നപ്പോഴാണ് അത് എത്രത്തോളം അതിന് ആവശ്യമായിരുന്നു. ടോട്ടലി ഈ അമ്മ മകൻ എലമെന്റ് ഭയങ്കര വർക്ക്, നമ്മൾ എല്ലാ ലാംഗ്വേജിലും ഏറ്റവും വർക്കായ ഒരു പോർഷൻ കൂടിയായി മാറിയിട്ടുണ്ടല്ലോ. അതെ അതെ, അത് ഈ പൈസ ചോദിക്കുന്ന സമയത്ത് ഇവരുടെ ചെറിയ ചേഷ്ടകളൊക്കെ ഉണ്ട്. പിന്നെ എനിക്കൊന്ന് മറ്റേ മകനോട് അതിന് കൗണ്ടർ പറയുന്നുണ്ട് പോവാൻ നേരത്ത് അവന് പെട്ടെന്ന് നീ തിന്നുന്നില്ലോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഇതില് പിന്നെ ഈ കാസ്റ്റിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ എനിക്കൊന്ന് സിനിമ റിലീസ് ചെയ്തതിന് ശേഷം എല്ലാവരുടെയും ഫോട്ടോ മറ്റേ റിയൽ ബോയ്സിന്റെയും മറ്റേ മഞ്ഞുമ്മൽ നമ്മുടെ സിനിമയിലെ ബോയ്സിന്റെ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടല്ലോ. അപ്പോൾ ആളുകൾ പിന്നെ ഒരുപാട് പേര് വടംവലി സീനിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അറിയുന്നത്. ചിദംബരം തന്നെ വന്ന് ഇപ്പൊ നമ്മുടെ ഇന്റർവ്യൂലൊക്കെ പറയുന്ന ആക്ച്വൽ മഞ്ഞുമ്മൽ ബോയ്സ് ആണ് വലിച്ചതെന്നൊക്കെ. പിന്നെ എല്ലാവരും ഇത് റിലേറ്റ് ചെയ്യാണ്. പിന്നെ ജീൻ ബോളിനെ കാണാൻ ഇന്നയാളെ പോലെ ഉണ്ടല്ലോ, സുഭാഷിനെ കാണാൻ, അതായത് ഇവർ തമ്മിലുള്ളൊരു സാമ്യം, അതായത് അവരുടെ ഇപ്പോഴത്തെ ലുക്കല്ല, അവർ അന്ന് പോയ ഫോട്ടോയുമായി വെച്ച് കണക്ട് ചെയ്യുന്നുണ്ട്. ഒരേ സമയം പെർഫോമേഴ്സിനെ വേണം, അതേസമയം തന്നെ ഈ ക്യാരക്ടറായിട്ട് എന്തെങ്കിലും മാനരസത്തിലോ ഇവരുടെ മൊത്തത്തിലൊരു വൈബിൽ ഇവരുമായിട്ട് കണക്ട് ചെയ്യണം എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ ഓരോ കാസ്റ്റിയും. അതെങ്ങനെയാണ് നടപ്പാക്കിയെടുത്തത്? അത് ആക്ച്വലി ഇപ്പോൾ സ്റ്റാർട്ട് ഫ്രം സിക്സനാണ് ആദ്യം കാസ്റ്റ് ആയത്. കാരണം സിക്സൻ ഭയങ്കര ലൗഡായിട്ടുള്ള ക്യാരക്ടർ ബാലു. അപ്പോൾ എനിക്ക് ഈസിലി കണക്ട് ചെയ്യാൻ പറ്റിയ ഒരാൾ ബാലു ആണ്. ബാലു ലൗഡർ എന്നല്ല, എന്നാലും നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ഹ്യൂമറായിട്ട് ഭയങ്കര ഒച്ചത്തിൽ കോമഡി പറയും, ഒച്ചത്തിൽ ചിരിക്കുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ബാലു. അങ്ങനെയാണ് ബാലുവിന് ഈസിലി ഫിക്സ് ആവുന്നത്. പിന്നെ ഈ സിക്സറിന്റെ ചേട്ടൻ ഇതേപോലെ വീശ മാത്രമേ ഉള്ളൂ, പുള്ളി ബാക്കി ക്ലീൻ ഷേവ് ആണ്. പുള്ളിയുടെ ഒരു നമ്മൾ ആക്ച്വലി ഡോക്യുമെന്ററി റെഫറൻസ് കണ്ടിട്ടാണ് ഇവർ എടുക്കുന്നത്. അപ്പോൾ പുള്ളി ഇതേപോലെ അനിയനെക്കാളും ഹ്യൂമർ സെൻസ് ഉണ്ട്. പുള്ളി മറ്റേ എന്നാലും ഒരു സ്വാഗ് ഉള്ള ഒരു മനുഷ്യനാണ്, ഭയങ്കര സ്വാഗ് ഉണ്ട്. നടത്തം ജീജേട്ടന് ആ സ്വാഗ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ ഹ്യൂമർ പറയുന്ന രീതിയിലായാലും നടക്കുന്ന രീതിയിലായാലും പെരുമാറുന്ന രീതിയിലായാലും ഒരു പ്രത്യേക സിഗ്നേച്ചറുള്ളൊരു മനുഷ്യനാണ് ജീൻ പോളാൻ. അങ്ങനെയാണ് പുള്ളിയിലേക്ക് വരുന്നത്. പിന്നെ ചന്തുവിന് പകരം കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ജീൻ്റെ കാര്യം എടുത്ത് തന്നെ ചോദിക്കാനുള്ളത്, ഇപ്പം ഞാൻ ഇന്നലെയും ജീൻ്റെ പോർഷൻസ് ഒക്കെ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജീനാണ് എന്ന് നമ്മൾ പിന്നെ ജീനിൻ്റെ ഇപ്പോഴത്തെ ലുക്കും ജീനിൻ്റെ വീഡിയോസും കണ്ട ഒരാൾക്ക് മനസ്സിലാവില്ല. ഈ സിനിമയിൽ വേറൊരു ജീനാണ് ലുക്കാണെങ്കിലും, അതായത് താടിയെടുത്ത ജീൻ തന്നെ മാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പുള്ളിയുടെ വരവാണെങ്കിലും, അതായത് ഈ എല്ലാവരും നടന്ന് ഗുഹയിൽ കയറുന്നു, ജീൻ മാത്രമാണല്ലോ ഇതിനകത്ത് കയറി നോക്കിയിട്ട് ഒച്ചയുണ്ടാക്കുന്നതും. പിന്നെ അങ്ങനെ ഒരുപാട് സർപ്രൈസ് റിയാക്ഷൻസ് ആണല്ലോ ഉണ്ടാവുന്നത്. ഈ വണ്ടിയിൽ നിന്ന് ഇവനെ ഇറക്കി വിടുന്ന സീനിലാണെങ്കിലും പുള്ളി ഒരു തരത്തില് എക്സെൻട്രിക് ആണ്, എന്നാൽ പുള്ളിയുടെ നടത്തം, ഈ ബെൽറ്റ് പിടിക്കുന്നത് മുഴുവൻ ഒരു കൊറിയോഗ്രാഫ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ പോലെയാണല്ലോ. നമ്മളല്ലാത്ത ജീനെ കാണുന്നത് അങ്ങനെ. ഞാൻ ഗണപതി കണ്ടിട്ടുണ്ടാവും, പക്ഷെ നമ്മളൊരു വിഷ്വലിലോ ഒരു പബ്ലിക് മൊമെന്റ്സിലൊക്കെ ജീനെ അല്ലാതെയാണല്ലോ കാണുന്നത്. സിനിമയിൽ ഭയങ്കര കൊറിയോഗ്രാഫ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നു. ഭയങ്കര നമ്മളിപ്പോ രാത്രി ചില്ലിയും പോയി പോലും പുള്ളി ആക്ച്വലി റൂമിൽ അടച്ചിരുന്നിട്ട് ഈ ക്യാരക്ടറിന് വേണ്ടി കൊറിയോഗ്രാഫി പുള്ളി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് പുള്ളി ഇത് പിടിക്കുന്നത്, ബെൽറ്റ് പിടിക്കുന്ന ഒരു പരിപാടിയും. പിന്നെ പുള്ളി ഒരു അതെ അതെ, ഈ സോങ്ങിൽ ഈ റാംസി വന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു സാധനത്തിലുണ്ട്. അതിൽ പുള്ളി ഇങ്ങനെ
സിഗരറ്റ് ഇങ്ങനെ ഇടും ഫോട്ടോ എടുക്കുമ്പോൾ, എന്നിട്ട് ആ ക്ലിക്ക് ശരിയാവാത്ത പുള്ളി സിഗരറ്റ് വീണ്ടും വെക്കും, പിന്നെ അത് വീണ്ടും എടുക്കുമ്പോൾ അങ്ങനത്തെ കുറേ ചെറിയ മാനറിസം നമ്മളാണ് പിന്നീട് നോട്ടീസ് ചെയ്തത്. അപ്പം ജീൻചേട്ടൻ ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ ഭയങ്കര നല്ല രീതിയിൽ ആ ക്യാരക്ടറിനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നുവെച്ചാൽ ജീൻചേട്ടൻ എന്ന് പറഞ്ഞ ആക്ടർ നമ്മൾ ആദ്യം അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഒരു പരിക്കനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ എന്നുള്ള രീതി അതിൽ പൊളിച്ചെടുക്കുക എന്നുള്ളതാണ് ആ ഷേവിങ്ങും. കാരണം ഹ്യൂമർ ഞാൻ ഇരിക്കുന്നത് ഗണപതി ആണെങ്കിലും ജീനെ താടിയില്ലാതെ കണ്ടിട്ടുണ്ടാവില്ല. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഈ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവരും ഓക്കെ ചന്തുവിനെ വരുമ്പോൾ ചന്തു ഇത് ഈ രീതിയിൽ മാച്ച് ആവുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ താടി ഇല്ലാതെ ഇങ്ങനെ ട്രിം ചെയ്ത അല്ലെങ്കിൽ മീശ ഇങ്ങനെ കട്ടിക്കെടുത്ത ഈ രീതിയിൽ പാൻറ്റൊക്കെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഈ ഷേപ്പിൽ ഒരു ജീനിനെ കൊണ്ടുവരിക എന്നുള്ളത് ആ ആലോചന എങ്ങനെ കിട്ടിയത്? അല്ല, നമുക്കൊരു ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജീൻ ചേട്ടനെ ഇതുവരെ കാണാത്തൊരു വ്യത്യസ്തമായ ഒരു അപ്പിയറൻസിൽ കാണുക എന്നുള്ളതാണ്. അതെങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ പുള്ളി ക്ലീൻ ഷേവ് ചെയ്ത് കറക്റ്റ് മീശയൊക്കെ വെച്ചിട്ട് ആ ഇതൊക്കെ ചെയ്ത് വന്നപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് പഴയ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും. കറക്റ്റ് ആ ക്യാരക്ടറായിട്ട് ഭയങ്കര ജീനിനെ ആ പഴയ ക്യാരക്ടറിനെ വെച്ചിട്ട് ഇത് ജീനിന് പറ്റുമെന്ന് നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാവില്ലല്ലോ. അല്ല, ഞാനപ്പോൾ എനിക്ക് ആ ഫാമിലി, അതായത് ഇപ്പം ഇവരുടെ അപ്പനായിട്ട് അഭിനയിച്ചത് നമ്മുടെ ലാലങ്കിളുടെ മകനാണ്, അനിയനാണ്, കൊച്ചാപ്പയാണ് ഇവരുടെ അപ്പനായിട്ട് അഭിനയിച്ചത്. അപ്പം ഞാൻ മൊത്തത്തിൽ ആ ഒരു ഫാമിലി തന്നെ അത് ആ ഒരു ജീനിനെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക എന്നുള്ള രീതിയായിരുന്നു നമ്മുടെ ആദ്യത്തെ കൺസെപ്റ്റ്. അത് വർക്ക്ഔട്ട് ആവുന്നുണ്ടായിരുന്നു. കാരണം ഇവർ തമ്മിലുള്ളൊരു കെമിസ്ട്രി നമുക്കറിയാം. പിന്നെ അത് നമ്മളെ ഇടയിലേക്ക് എത്തുമ്പോഴത്തേക്ക് അത് കൂടുതൽ വർക്ക്ഔട്ട് ആവുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആക്ച്വലി ജീനെ കൊണ്ടുവരുമ്പോൾ. കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവരിങ്ങനെ എല്ലാവർക്കും ഒരു കൊറിയോഗ്രാഫ്ഡ് വേർഷൻ ഉണ്ടല്ലോ, ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ആർക്ക് ഉണ്ടല്ലോ. അത് ഏതെങ്കിലും തരത്തിൽ പാളാതെ പോകണം എന്ന് കാസ്റ്റിങ്ങിന്റെ ഘട്ടത്തിൽ ഉണ്ടാവില്ല. ഞാൻ ചിദംബരമാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇവരെല്ലാം ഈ ട്രാവലിൽ ഇത്രത്തോളം പോകേണ്ടവരാണ്. അത് കഴിഞ്ഞിട്ട് വലിയൊരു ഇമോഷണൽ മൊമെന്റ് ഉണ്ട്, പിന്നെ അതിനേക്കാൾ ഗ്രാവിറ്റി ഉള്ള ഒരു ഹാർട്ട് ബ്രേക്ക് പോലത്തെ ഒരു മൊമെന്റിലാണ് ഇവർ പോകുന്നത്. ഇങ്ങനെ ഇത്ര ട്രാൻസിഷൻ ഉള്ള സംഗതിയാണല്ലോ. അപ്പം സ്ഥിരമായിട്ട് ഇത്തരം റോളുകൾ നേരത്തെ ചെയ്ത ആൾക്കാരല്ലല്ലോ എല്ലാവരെയും കാസ്റ്റ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ നേരത്തെ അങ്ങനെ പെർഫോം ചെയ്തപ്പോൾ സൗബിനും ബാസി അടക്കമുള്ളവരാണെങ്കിൽ പോലും ഇതുപോലെ ഡെപ്ത് ഉള്ളത് ഒരുപാട് ചെയ്തിട്ടുമില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഇതൊരു ഇപ്പം ജാനമൻ പോലത്തെ കുറച്ചുകൂടി ഫൺ ലെയർ ആണ് കൂടുതലെങ്കിൽ ഉള്ളതിനേക്കാൾ റിസ്ക് പാർട്ട് ഇതിലുണ്ടല്ലോ. അതിലിങ്ങനെ ഒരു കോൺഫിഡൻസ് എവിടെയാണ് ലോക്ക് ചെയ്യുന്നത് ഓരോ ആക്ടറുടെയും കാര്യത്തിൽ? ആ കോൺഫിഡൻസ് ഒന്നും എനിക്ക് നമ്മുടെ ഈ ഓഫ് സ്ക്രീൻ കെമിസ്ട്രി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിലൂടെയാണ് എനിക്ക് ആ ഒരു വിശ്വാസം ഉണ്ടായത്. കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ഞാൻ പറഞ്ഞത് ഇവരുടെ ഏകദേശം സ്വഭാവം നമുക്കറിയാം. ഇവരൊരു സ്ക്രീനിൽ നമ്മളിപ്പം എന്ത് കളി തമാശ പറഞ്ഞു കഴിഞ്ഞാലും ഒരു പണിയുടെ കാര്യം എത്തുമ്പോഴത്തേക്കും എല്ലാവരും അതിൻ്റെതായ സീരിയസ്നെസ്സും അതിൻ്റെതായ പക്വതയും കാണിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മളൊന്നാമത് ഇന്ന ക്യാരക്ടർ ഇങ്ങനെയാണ്, ലൈക്ക് ഈ ഒരു ഇൻ്റർവ്യൂയിലൂടെ ഇന്ന ക്യാരക്ടറിൻ്റെ ബിഹേവിങ് അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റ രീതി അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടപെടുന്ന രീതിയൊക്കെ ഇങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു നമ്മളൊരു മൂന്നാല് മാസം ഇവരുടെ കൂടെ ഇടപഴകി ഇവരുടെ കൂടെ ചില്ല് ചെയ്ത് പല രാത്രികളിലും ഈ ഒറിജിനൽ വോയിസിൻ്റെ കൂടെ നിന്ന് നമ്മൾ പാർട്ടി ചെയ്ത് അങ്ങനെ ഇവരായിട്ടുള്ള നമുക്ക് സിങ്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ജിൻസൺ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് വിഷ്ണു രഘുവാണ് ചെയ്തത്. അപ്പോൾ ആ ജിൻസൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഈ റൂമിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ആരോഗ്യവാനെ ഇടിച്ചെടുത്തുക എന്നുള്ളതാണ് ജിൻസന്റെ ഒരു മൈൻഡ്. അപ്പം അത് കൃത്യമായിട്ട് വിഷ്ണു രഘു ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഈ ചന്തു കൃത്യമായിട്ട് ഈ അഭിലാഷിനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറയുന്നത് എല്ലാ ബോയ്സ് ആയ പോലും കൃത്യമായിട്ട്, ഇപ്പോൾ ചന്തു ആയ പോലും കൃത്യമായിട്ട് ഒട്ടും എവിടെയും ഓവർ ചിരിക്കാതെ അല്ലെങ്കിൽ ഓവർ സംസാരിക്കാതെ കൃത്യമായിട്ട് ആ ക്യാരക്ടർ കീപ്പ് ചെയ്യാൻ എല്ലാവരും നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഉണ്ടായത്. കാരണം നമ്മൾ ബോയ്സിന് ഷൂട്ടിന് മുമ്പേ ഒരു 3-4 മാസം ഇത്രയും ബോയ്സ് നമ്മുടെ കൂടെ ഉണ്ട്. 3-4 മാസം ഇതിൻ്റെ ഒരു അതെ, നമ്മൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റീഡിങ് സെക്ഷൻ ആയാലും വടംവലി പ്രാക്ടീസ് ആയാലും ഇവരുടെ കൂടെ ചില്ല് ചെയ്യുന്നതായാലും നമുക്ക് ചിലർ ഇവരെ സെലക്ട് ചെയ്ത ഉടനെ അടുത്ത മാസം ഷൂട്ടിംഗ് നല്ല അതിൻ്റെ ഒരു പ്രക്രിയ എന്ന് വെച്ചാൽ ഇപ്പോൾ അരുൺ മാത്രമാണ് കുറച്ച് ലേറ്റ് ആയിട്ട് വന്നത്. കാരണം അരുൺ ആക്ച്വലി ഐഡന്റിക്കൽ ട്വിൻസ് രണ്ടും ഒരേപോലെ ഉണ്ടായിരുന്നു. ഒരു 100 ഇരട്ടകൾ നമ്മൾ കേരളത്തിൽ മൊത്തം ചെയ്തിരുന്നു. പക്ഷേ അന്നത്തെ കാസ്റ്റിംഗിനും ഇരട്ടകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു മൊത്തത്തിൽ ആ ഒരു ഇരട്ടകൾ പരിപാടി നമുക്ക് ആരും വർക്കായില്ല. അപ്പോഴാണ് ഞാൻ അരുണും പിന്നെ വരുൺ എന്ന് പറഞ്ഞിട്ടൊരു റൈറ്ററും കൂടെ ഉണ്ട്, പുള്ളി ആക്ടറും കൂടെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഏകദേശം ഒരു സാമ്യം, ഏകദേശം ഒരു ചെറിയ സിമിലർ ഹൈറ്റും വെയിറ്റും ആയിട്ട് നിൽക്കുന്ന അങ്ങനെയാണ് അവരെ കാസ്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ കുറേ ഇരട്ടകൾ ചെയ്തിട്ടും ചിദംബരത്തിനും എനിക്കും അതൊക്കെ ഒരു സാറ്റിസ്ഫൈഡ് ആയില്ല. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു പക്ഷേ ആ ക്യാരക്ടർ ടൂറിൽ അധികമില്ല. ഇവിടെ നിന്ന് പോവും, പിന്നെ ഹോസ്പിറ്റൽ സീനിലാണ് പിന്നെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അരുണ് ലൈക്ക് അതും വെച്ചാൽ ഇത്രയും ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട് പെട്ടെന്ന് ഒരു പുതിയ ഇരട്ടകൾ പുതുമുഖത്തിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സിങ്ക് ഔട്ട് ആയില്ലെങ്കിൽ ഭയങ്കര ആ ക്യാരക്ടർ മാത്രം മുളച്ച് നിൽക്കുന്നുള്ള രീതിയിൽ തന്നെ അതും ഒരു ആർട്ടിസ്റ്റ് വേണമെന്നുള്ള രീതിയിൽ അരുണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പം മൊത്തത്തിൽ ആൾക്കാർക്ക് ഒരു 3-4 മാസം നമ്മൾ
ഒരുമിച്ചിരുന്ന് നമ്മൾ വോളിബോൾ കളിക്കും. എല്ലാ ദിവസവും കടന്തറ ഫ്ലാറ്റിന്റെ താഴെ നിന്ന് വോളിബോൾ കളിക്കും. അങ്ങനെ ലൈക്ക് ഞാൻ പറഞ്ഞ ഒരു വോയിസ് ആയി ആക്ച്വലി. എന്നിട്ടാണ് നമ്മൾ ആ പരിപാടിയിലേക്ക് കിടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പരിപാടി റിസൾട്ട് ഉണ്ട്. അത് ഗണപതി വേറൊരു ഒരു കാര്യമുള്ളത്, ഇപ്പം ചന്തു ഷെയർ ചെയ്തൊരു മെസ്സേജ് ഉണ്ടായിരുന്നു, സുഭാഷൻ അല്ല നമ്മുടെ പിന്നെ ഇവരുടെ വൈഫ് അല്ലേ, അഭിലാഷിന്റെ വൈഫ് അയച്ചത് അത്രയും കൺവിൻസിങ് ആയിരുന്നു എന്നുള്ളത്. ഇതല്ലാതെ ഇപ്പം ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്ന ഒരാളെ ഇപ്പം ഞാൻ അതിനുശേഷം വന്ന റിവ്യൂവിൽ പോലും ഡ്രൈവറായ ചേട്ടൻ പറഞ്ഞു, ഞാൻ അതിവിടെ ഒരു സർപ്രൈസ്, ഒരു കാസ്റ്റിംഗിലെ സർപ്രൈസ് കൂടിയാണ് പറയുന്നത്. അതിനുശേഷം പിന്നീട് വന്ന എല്ലായിടത്തും ഖാലിദിനെ സ്പെഷ്യലി മെൻഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ കാസ്റ്റിങ്ങും പാളിപ്പോവാതിരിക്കുക എന്നുള്ള സാധനം ഉണ്ടല്ലേ. ഇപ്പം ഇതെല്ലാം ചെയ്ത് ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന മൊമെന്റിൽ ഒരു 3 പേര് മിസ്കാസ്റ്റായി തോന്നിയെന്നാണ് എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ ഇതെല്ലാം പാളിപ്പോവല്ലോ. അങ്ങനെ വരാത്ത വിധത്തിൽ ഒരു സംഗതി വന്നത്. ഇപ്പം ഞാൻ പറഞ്ഞത് ഈ ബോയ്സിന് പുറത്തുള്ള കാസ്റ്റിലടക്കം ഈ തമിഴ് ആക്ടേഴ്സാണ് ഇത് കുറച്ച് കൂടിപ്പോയി. നേരത്തെ നമ്മൾ കട്ട അല്ലെങ്കിൽ മീറ്റർ എന്നൊക്കെ പറയുന്ന പോലെ അത് കുറച്ച് ഓവറായിപ്പോയി, കുറച്ച് പാളിപ്പോയി. അങ്ങനെ ഒരു സംഗതി ഈ സിനിമയെ കുറിച്ച് വന്നിട്ടേ ഇല്ല. കാസ്റ്റിങ്ങിൽ ഒരു അടിമുടി ഒരു പെർഫെക്ഷനെ കുറിച്ചാണ് ആളുകൾ സംസാരിക്കുന്നത്. അതിപ്പം ഖാലിദ് റഹ്മാൻ നമ്മൾ ഇപ്പം ഗണപതി തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മളന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സീനിൽ സുലേഖ മനസ്സിൽ കണ്ടത്. പക്ഷെ ഒരു ത്രൂ ഔട്ട് പെർഫോമൻസ് ഇവരുടെ കണ്ടിട്ടില്ലല്ലോ. ഇതിൽ ത്രൂ ഔട്ട് ദി ജേർണി റഹ്മാൻ ഉണ്ട്. ഞാൻ പറയട്ടെ, ഈ ഖാലിദ് ബ്രദേഴ്സിനെ വെച്ച് നമുക്ക് നോക്കിയാൽ അവരൊട്ടും ഓവർ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഓവർ ലൗഡ് ആയിട്ടുള്ള ആൾക്കാരല്ല. ഒരു മിനിമൽ എക്സ്പ്രഷനും ഭയങ്കര പക്വതയും ആയിട്ട് ആൾക്കാരോട് ഷൈജുക്കെ ആയാലും ജിംഷ ആണെങ്കിലും റഹ്മാനിക്ക ആയാലും. അപ്പൊ ഈ പ്രസാദുടെ ക്യാരക്ടർ ഒരു ന്യൂകമ്മറാണ് ഇതിനകത്ത്. ഈ ഇവരുടെ ആദ്യമായിട്ട് ഇടപെടുന്ന ഒരാളാണ്. അയാൾക്ക് ആ പക്വത ഉണ്ട്. പ്രസാദിനോട് നമുക്ക് പ്രസാദിന്റെ ഇന്റർവ്യൂ കണ്ടാൽ പോലും അറിയാം, പ്രസാദും ഒരുപാട് എക്സ്പ്രസീവായിട്ട് സംസാരിക്കുന്ന ആളല്ല. ഭയങ്കര ഒരു ഡീസൻസി കീപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞില്ല, അങ്ങനെയൊക്കെ ഇന്ന് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്കതാണ് റഹ്മാനിക്കയിൽ തോന്നിയൊരു ഷെയ്ഡ്. റഹ്മാനിക്ക ഒട്ടും ഭയങ്കര മച്ചാനെ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കണ ആളല്ല. മച്ചാനെ എന്താണ് അങ്ങനെ ഉള്ളൊരു എനിക്ക് മാനറിസംസ് ആണ് ഞാൻ ആക്ച്വലി കൂടുതൽ മാച്ച് ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് റഹ്മാനിക്ക്. അതേപോലെ നമ്മുടെ എന്താ പറയണ്ട ദീപക് പറമ്പോൾ. അപ്പോൾ ദീപക്കേട്ടനെ നമുക്കറിയാം. ദീപക്കേട്ടൻ എങ്ങനെയായാലും ദീപക്കേട്ടൻ ആക്ച്വലി കുറച്ച് വൃത്തിയുള്ള, എപ്പോഴും ദീപക്കേട്ടൻ്റെ മുടി ഭയങ്കര ഷൈനിങ് ആയിരിക്കും. ദീപക്കേട്ടൻ്റെ മുടി എപ്പോഴും ഭയങ്കര ഷൈനിങ് ആയിരിക്കും. കാരണം പുള്ളി കുളിച്ച് കഴിഞ്ഞാലും കുറച്ച് എണ്ണ എടുത്തിട്ട് മുടിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് അപ്പോൾ ഒരു തിളക്കം ഉണ്ടാവും പുള്ളിക്ക്. അപ്പോൾ അങ്ങനത്തെ ഞാൻ അങ്ങനെ ഒരു വൃത്തിയുടെ, അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ ചെറിയൊരു OCD 2 അടിച്ചാലും പോയി കുളിച്ചിട്ട് വരുന്നൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെറിയ അതെ അവരുടെ റിയൽ ലൈഫായിട്ട് ഇവരുടെ റിയൽ ലൈഫിൽ എന്തെങ്കിലും ഒരു സാമ്യത നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ അവർ ആക്ടേഴ്സാണ്, ലൈക്ക് അപ്പം ആക്ടേഴ്സ് ആണെന്നുള്ളത് നമുക്ക് ബോധ്യമുണ്ട്. അപ്പോൾ ഇവരുടെ എന്തെങ്കിലും ഒരു മാനറിസം നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഒരു ചെറിയൊരു ലൈക്ക് ഫേസ് കട്ടിലും മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ലൈക്ക് മൊത്തം അത് അങ്ങനെ എക്സാക്റ്റ് ആയി പിടിച്ചിട്ടില്ല. എന്നാ പോലെ ഇപ്പൊ എൻ്റെ ആയാലും പുള്ളിയുടെയും തങ്കിക്കണ്ണന്റെ എന്റെയും മറ്റേ ഫ്രഞ്ച് താടി വെച്ച ചെറുപ്പം ഏകദേശം ഒരേപോലെ അങ്ങനെയാണ് ചെയ്തു. എൻ്റെ അടുത്ത് ആ ക്യാരക്ടർ എടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനൊരു ലൈക്ക് ചെറിയൊരു മാനറിസമാണ് ഞാൻ ആദ്യം നോക്കിയത്. നമുക്ക് ഇയാൾ എക്സ്പ്രസ് ചെയ്യുന്നതും ഇയാൾ ഈ ഡോക്യുമെന്ററിൽ എക്സ്പ്രസ് ചെയ്തതുമായിട്ട് എന്തെങ്കിലും ഒരു മാച്ച് സിമിലാരിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ. അങ്ങനെ ലൈക്ക് ഇപ്പോൾ സുഭാഷാണ് ആക്ച്വലി ഫിസിക്കലി നമുക്ക് ലൈക്ക് വേറെ തന്നെ ഒരാളെ കാസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി പിടിച്ചത്. ഗണപതിയുടെ കാര്യത്തിൽ ഗണപതി ബാലതാരമായിട്ടാണ് വരുന്നത്. ചെറിയ 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 പിന്നെ ക്യാരക്ടേഴ്സും ചെയ്യുന്നു, പക്ഷെ ത്രൂ ഔട്ട് റോൾ ചെയ്യുന്നു. അങ്ങനെ അതിനിടയിൽ ശരിക്കും എല്ലാ ബാലതാരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്, അവർ പ്രായപൂർത്തിയായിട്ട് അവരുടെ യങ്ങർ ഏജിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു കൺവിൻസിങ് ആവുന്ന ഒരു പെർഫോമറായിട്ട് എത്തുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്. അവർക്ക് ഈ ബാലതാരത്തിൻ്റെ ഒരു ബാധ്യത എപ്പോഴും ഉണ്ട്. ഉറപ്പായിട്ടും ശരിക്കും ആക്ടർ എന്നുള്ള രീതിയിൽ എപ്പോഴാണ് ഈ പിന്നെ തിരിച്ച് 2ാം വരവ് എന്നുള്ളത് ഭയങ്കര കോൺഫിഡൻസ് കിട്ടിയത് ഇത് പടം മുതലാണ്? 2ാം വരവ് എന്നുള്ളത് ഞാൻ 2ാം വരവ് ഞാൻ ആസിഫിക്കയുടെ കവി ഉദ്ദേശം എന്ന് പറഞ്ഞ പടത്തിലാണ് അതും ഞാൻ പുള്ളിക്ക് ഒരു അതെ ഫേസ്ബുക്കിൽ ഒരു ഹാപ്പി ബർത്ത്ഡേ അയച്ചിട്ട് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പം പുള്ളിയാണ് എന്നെ പറഞ്ഞത് എന്താ ഓർമ്മയിലാണ് നിനക്ക് സിനിമയിൽ അഭിനയിക്കട്ടെ എന്ന് വെച്ചിട്ട് പുള്ളിയാണ് എന്നെ തിരിച്ചു വിളിക്കുന്നത്. അന്ന് ഞാൻ എനിക്കിതിൻ്റെ ഒരു സീരിയസ്നെസ് ഒക്കെ ഒരു ടൈമിൽ മല്ലു സിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ പതുക്കെ സ്കൂൾ ജീവിതം കഴിഞ്ഞ് ഞാൻ +2 കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ പോയി ഈവെന്റ് ഓർഗനൈസർ അങ്ങനെയൊക്കെ ഉള്ളൊരു മ്യൂസിക് അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിലേക്ക് പോയിണ്ടായിരുന്നു. പിന്നീടാണ് ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ലൈക്ക് ഇതേപോലെ ശരിക്കും പറഞ്ഞാൽ ആസിക്കയും ബാലുവാണ് എന്നെ സിനിമയിലേക്ക് നമുക്ക് ചെയ്യാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവരെ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ആൾക്കാരായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പം അങ്ങനെയാണ് തിരിച്ചു വരുന്നത്. ഹണിബി അങ്ങനെയാണ് ജീൻ ചേട്ടൻ എന്നെ ഹണിബി 2ലേക്ക് റെഫർ ചെയ്യുന്നതും.
അങ്ങനെ ഹണിബി 2 ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് കമ്പട്ടിപ്പാടം എന്ന് പറഞ്ഞൊരു രാജീവ് ഏട്ടനെ കാണാൻ വെറുതെ പോകുമ്പോഴാണ് രാജീവ് ഏട്ടൻ ഇങ്ങനെ പ്രാഞ്ചേട്ടൻ നേരത്തെ പരിചയമുണ്ടല്ലോ. ഇല്ല രാജീവ് ഏട്ടൻ എനിക്കൊരു അവിടെ ഇല്ല. അല്ല ചിദംബരം ഞാനും കൂടെ ഒരുമിച്ചാണ് കാണാൻ പോകുന്നത് രാജീവണ്ണ. അപ്പൊ ചിദംബരം അപ്പൊ തന്നെ AD ആവുകയും ചെയ്യും. ഞാൻ ആ പടത്തില് ഒരാൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയത്. അതെ, അപ്പം ഞാൻ ആ പടത്തിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ക്യാരക്ടർ ഉണ്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ കമ്പട്ടിപ്പാടത്തിൽ ഇങ്ങനെ തല അടിച്ചു. അങ്ങനെ പിന്നെ ഒരു എറണാകുളത്ത് ഇങ്ങനെ ബാച്ചിലേഴ്സ് ആയിട്ട് നിന്ന് ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് തന്നെ ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാവർക്കും നമ്മളിങ്ങനെ ഒരു നീ വളർന്നോ, നീ വളർന്ന് ഇങ്ങനെ ആയല്ലേ എന്നൊക്കെ ഇവര് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു പാലും പഴവും ഫെയിം ആളുകളുടെ മെമ്മറിയിൽ അവിടുന്ന് ആൾക്കാർക്ക് നമ്മളൊരു ഇങ്ങനെ വളർന്നു അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അത് ഭയങ്കര ആക്ച്വലി ഒരു സ്ട്രഗിൾ തന്നെയായിരുന്നു കുറെ കാലം. എന്നിട്ടും കുറെ പടങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു. എന്നാൽ പോലും അങ്ങനെ ഭയങ്കരമായിട്ട് ആൾക്കാർ എന്താ പറയണ്ട അപ്രീഷിയേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ തിരിച്ചറിയുന്ന റോളുകളൊന്നും അല്ലായിരുന്നു ചെയ്തത്. പിന്നെയാണ് ആക്ച്വലി ആ സമയത്തെ സ്ട്രഗിൾ എന്താ, എങ്ങനെയാണ് കാസ്റ്റിംഗ്, എങ്ങനെയാണ് ഗണപതി ഒരു ഡയറക്ടറിലേക്ക് എത്തുക അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഭാഗം? ഇതിപ്പോ ആസിഫിന്റെ കാര്യം ഇത് പറഞ്ഞു, ആ കണക്ഷൻ ഉണ്ട്, അവിടത്തേക്ക് വന്നു. ബാലുവിന്റെ കാര്യം പറഞ്ഞു. അതല്ലാതെ ഈ ഇതിന് പുറത്തുള്ള സിനിമകൾ കൂടി ഉണ്ടല്ലോ. അതെ, ഉറപ്പായിട്ടും. അതിന് ലൈക്ക് ചില സമയത്ത് ആൾക്കാർ ലൈക്ക് ഇവന്റെ ഒരു ഗ്രൂപ്പിന്റെ ആൾക്കാർ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മളെ വിളിക്കാത്ത ആൾക്കാരുണ്ട്. അതൊക്കെ നമ്മൾ പിന്നീടാണ് അറിയുന്നത്. നിങ്ങൾ അങ്ങനെയൊക്കെ ആൾക്കാർ ചിന്തിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ടായിരുന്നു അന്ന് വിളിക്കായിരുന്നു എന്നൊക്കെയുള്ളൊരു പിന്നീട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലൈക്ക് പല ഡയറക്ടേഴ്സിൻ്റെ അടുത്തും പോയി ചോദിക്കുക അല്ലെങ്കിൽ ഫോൺ വിളിക്കുക. അപ്പോൾ ജിത്തു സാറിനെയൊക്കെ ഞാൻ അങ്ങോട്ട് കുറേ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ മറ്റേ മിസ്റ്റർ വിളിക്കുന്നൊക്കെ പടം അങ്ങനെ ലൈക്ക് കുറേ പുറകെ നടന്നിട്ടുണ്ട് ആൾക്കാർ എന്തെങ്കിലും ചാൻസ് ചെയ്യുക. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ചിദംബരം ഒരു ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് വരുന്നത്. അങ്ങനെ നമ്മൾ ഒരുമിച്ച് താമസിച്ചു. ചിദംബരം വന്ന് ഡയറക്ഷൻ പ്ലാനും പക്ഷേ ട്രിവാൻഡ്രത്താണ്. ചിദംബരം സീഡിറ്റിന്റെ പരിപാടികളൊക്കെ ഡോക്യുമെന്ററി പരിപാടികളൊക്കെ ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പം ചിദംബരം ലൈക്ക് ഒരു സിനിമാ പരിപാടി ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിലാണ് ചിദംബരം ഇങ്ങോട്ട് വരുന്നത്, നമ്മൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുന്നതും. അങ്ങനെ ഞാനും ചിദംബരം ഒരുപാട് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് എന്നെ നായകനാക്കി വെച്ചിട്ടൊരു സിനിമ ചിദംബരം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉറപ്പായിട്ടും അന്നത്തെ നമുക്ക് അങ്ങനത്തെ ഒരു സാറ്റലൈറ്റ് വാല്യൂ നമ്മൾ വെച്ച് റിസ്ക് ചെയ്യാനൊന്നും ആൾക്കാർക്ക് ലൈക്ക് അന്നത്തെ ടൈമിൽ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ സിനിമ നമ്മൾ നടന്നില്ല. അങ്ങനെ സിനിമയില് ഗണപതി നായകനാണ്. അതെ അതെ, അതിന്റെ ടൈറ്റിൽ കാക്കാന്നായിരുന്നു. അതിന്റെ ഇതെനിക്ക് തോന്നുന്നു ജാനേമനേക്കാൾ ഒരു 3-4 കോവിഡിനൊക്കെ മുമ്പ് വളരെ മുമ്പ്. അപ്പൊ ഞാൻ തന്നെ എൻ്റെ ഏതെങ്കിലും സിനിമയിൽ കിട്ടിയ പൈസ വെച്ചിട്ട് ഞാൻ തന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ചെയ്യാൻ വേണ്ടി 10-30,000 രൂപയ്ക്ക് നമ്മുടെ രാജപാളയത്തേക്ക് പോന്നു. അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട്. അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒക്കെ നമ്മൾ ചെയ്യുന്നു, നമ്മൾ അനൗൺസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു കുറെ ശ്രമങ്ങളുണ്ടായിരുന്നു. എളുപ്പം ചെയ്യാവുന്ന സിനിമയാണ്. അപ്പോ ഇനി രണ്ടുപേരും തയ്യാറാവണം. അതെ അതെ, ഇനി ചിദംബരത്തിനെ പിടിച്ചാൽ കിട്ടണം. അപ്പോൾ അത് ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ചിദംബരത്തിൻ്റെ ബെസ്റ്റ് റൈറ്റിംഗ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ചിദംബരത്തിന് ഒരുപാട് സ്ക്രിപ്റ്റുകളും ഐഡിയകളും മനസ്സിലുണ്ട്. നമ്മൾ അതേപോലെ ഒരു ഡിസ്കഷനിൽ വന്നൊരു അവരുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്ന പരിപാടിയാണ് ജാനേമൻ എന്നൊരു ത്രെഡ്. അതെ, ആ ത്രെഡ്. അപ്പോൾ ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്ന് ചിരിക്കുന്നു. അത് ഇതിൻ്റെ പ്രൊഡക്ഷൻ ജാനേമൻ്റെ പ്രൊഡക്ഷൻ കണ്ടിട്ട് നല്ല അപ്രീസിയേഷൻ പറയുന്നുണ്ട്. അപ്പോൾ അവരെനിക്ക് പരിചയമില്ല തീരെ. അപ്പോൾ അഭിറാമേട്ടൻ ത്രൂ ആണ് ഈ ഗണേശേട്ടനോട് നല്ല ഷോർട്ട് ഫിലിം ആടാന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ എറണാകുളത്ത് വരുമ്പോഴാണ് ഗണേശൻ ചോദിക്കുന്നത് എന്തെങ്കിലും സ്ക്രിപ്റ്റ്, എന്തെങ്കിലും ഷോണാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവരുടെ അടുത്ത്, എന്തെങ്കിലും ത്രെഡ് ഉണ്ടോ. അപ്പോൾ എനിക്ക് ഇവൻ പറഞ്ഞ ത്രെഡ് എൻ്റെ മനസ്സിലുണ്ട്. ഒരു ജനവീട്, ഒരു മരണവീട് ജനവീടാവുന്നു, ജനവീടും മരണവീടാവുന്നു. അങ്ങനത്തെ ഒരു ലൈക്ക് എക്സ്ചേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സിൽ നടക്കുന്ന ഒരു കേയോസ് ആണ് ഈ പടം എന്നുള്ളൊരു. അപ്പൊ ചിദംബരം പോലും അറിഞ്ഞിട്ടില്ല ഞാനിത് പ്രസന്റ് ചെയ്യുന്ന ഒരു കൈതിരുന്നു ഇല്ല. അപ്പൊ ഞാൻ ചിദംബരത്തിൽ വിളിച്ചു പറഞ്ഞു, നമ്മുടെ പടം ഓണായിട്ടുണ്ട്, ഇത് സ്ക്രിപ്റ്റ് ചെയ്തണം. അങ്ങനെ ചിദംബരമായിട്ട് ഇവര് മീറ്റ് ചെയ്യിപ്പിച്ച് അങ്ങനെ എനിക്കൊന്ന് ഏറ്റവും പെട്ടെന്ന് എഴുതിയ ഒരു സ്ക്രിപ്റ്റാണ് ജാനേമൻ. അതെ അതെ, അങ്ങനെ ലൈക്ക് ചിദംബരം ഇതിൽ പാട്ടാവുക എന്നുള്ള രീതിയിൽ അങ്ങനെ എനിക്ക്. അപ്പോൾ എനിക്ക് അതാ ഞാൻ പറഞ്ഞത്, കുറേ കാലം കൂടുതൽ എനിക്ക് കുറെ കാലത്തിന് ശേഷം എനിക്ക് ശ്രദ്ധിക്കപ്പെട്ടൊരു കഥാപാത്രം എന്ന് പറയുന്നത് ജാനേമന്റെ ഡോക്ടർ ഫൈസലാണ്. അപ്പം പക്ഷെ അതില് ഈ പറയുന്ന ഹ്യൂമർ രണ്ടും കൂടി മിക്സ് ചെയ്ത ക്യാരക്ടറാണല്ലോ. അങ്ങനെ ആ വോള്യത്തിലുള്ളത് ചെയ്തിട്ടില്ല. ഇല്ല, എനിക്ക് തോന്നുന്നു ഒന്നിക്കലും ഇങ്ങനെ ഒരു ലൈക്ക് മാച്ചോ ക്യാരക്ടർ അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഒരു നെഗറ്റീവ് ഷെയ്ഡിലെ ക്യാരക്ടർ അങ്ങനെയായിരുന്നു എന്നെ കൂടുതൽ വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ ഇതിലായിരുന്നു കുറച്ചും കൂടെ ഒരു പോസിറ്റീവായിട്ടുള്ള എന്നാൽ ഹ്യൂമറും കൂടെ കൈകാര്യം ചെയ്യുന്ന ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത്. പക്ഷെ പുത്തൻ മണത്തില് ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലാണ് ക്യാരക്ടർ. അതെ അതെ അതെ, രഞ്ജിത്ത് സാർ എന്റെ ഗുരുനാഥനുണ്ട്. പുള്ളിയുടെ മിക്ക പടങ്ങളിൽ എനിക്കൊരു പാർട്ടാവാൻ സാധിക്കാറുണ്ടായിരുന്നു അങ്ങനെ. അപ്പം ലൈക്ക്
അപ്പോഴാണ് നമ്മളെ ആൾക്കാരിങ്ങനെ പതുക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ സാധിക്കും എന്നുള്ളൊരു രീതിയിൽ ആൾക്കാർ അംഗീകരിക്കാൻ തുടങ്ങിയതൊക്കെ ചിദംബരം കൂടെ ഉള്ളതുകൊണ്ടാണ് ആക്ച്വലി. ഈ പിന്നെ ജാനേമന്റെ കാര്യം പറയുകയാണെങ്കിലും ജാനേമനിലും ഒരു ഭയങ്കര ഹെവി ക്യാരക്ടർ തന്നെയാണല്ലോ ചെയ്യുന്നത്. ചേട്ടൻ്റെ ആദ്യ പടമാണ്. ഇപ്പം ഞാൻ ഭയങ്കര സർപ്രൈസ് ഉള്ളൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അനിയൻ്റെ കൂടെ ഞാൻ പറഞ്ഞത് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നോക്കുമ്പോൾ അനിയൻ്റെ കൂടെ താമസിച്ചിട്ട് ഒരു കരിയർ സെറ്റ് ചെയ്യാൻ വരുന്നൊരു ചേട്ടൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് വളരെ കുറച്ച് പേരെ കാണുള്ളൂ. അപ്പം നിങ്ങളുടെ ഒരു ബോണ്ടിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ചിദംബരത്തെക്കാൾ അന്ന് ഇൻഡസ്ട്രി ആക്സസ് ഉള്ള കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ ഇൻഡസ്ട്രിക്ക് അകത്തുള്ള ആള് ഗണപതിയാണ്. ഇപ്പോഴത്തെ ചിദംബരത്തിന്റെ സിനിമ സാധ്യമാവുന്ന രീതിയിൽ ഇപ്പൊ ചിദംബരത്തിന്റെ പൊട്ടൻഷ്യൽ ഇതാണ്. ചിദംബരം എന്ന് പറയുന്ന ഫിലിം മേക്കറിന് ഇത്രയും പോസിബിലിറ്റി ഉണ്ട്. പുള്ളി അവിടെ ട്രിവാൻഡ്രത്ത് ചുമ്മാ ഇരിക്കേണ്ട ആളല്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കൊളാബറേറ്റ് ചെയ്തിട്ടാണല്ലോ നിങ്ങളുടെ കരിയർ ശരിക്ക് ഇനീഷ്യലി ഇപ്പം മഞ്ഞുമൽ ബോയ്സ് വരെ വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാസ്റ്റിംഗ് ആണെന്ന് പറയുന്ന സമയത്ത് അത് ഗണപതി ചെയ്യുമെന്ന് അറിയാവുന്ന ആൾ കൂടിയാണ് ചിദംബരം. ഞാനൊരു ബ്രദേഴ്സ് എന്നുള്ളതിനപ്പുറത്ത് നിങ്ങൾക്കൊരു ഫ്രണ്ട്ഷിപ്പ് കൂടിയുള്ള ഒരു ബോണ്ടിങ് അത് തുടക്കം മുതലേ ഉണ്ടായിരുന്നതാണ്? ഇല്ല, ഞാൻ ആക്ച്വലി അത് ഒരുപാട് ഫ്രിക്ഷനും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പരസ്പരം മനസ്സിലാക്കാൻ തുടങ്ങിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു ടൈം ഉണ്ടായിരുന്നു ഞാനും അവനും കൂടെ ഒരു കൊല്ലം ഫോണിൽ കൂടെ പോലും സംസാരിക്കാതെ ഒരു സ്ട്രേഞ്ചർ പോലെ നടന്നിരുന്നൊരു കാലം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ശേഷമാണ് ഞാൻ ഗണപതി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അല്ല, ഞാനിപ്പോൾ +2 കഴിഞ്ഞിട്ട് ബാംഗ്ലൂരൊക്കെ പോകുന്ന ടൈമിൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നു ഞാൻ ചില്ല് ചെയ്യുക. അപ്പോൾ അത് അവന് ട്യൂഷനല്ല അവൻ്റെ. അപ്പോൾ അവൻ എന്നെ വിളിച്ച് ചീത്ത പറയാറുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കോൾസ് ഇഗ്നോർ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു വർഷക്കാലം നമ്മൾ സംസാരിച്ചിട്ട് പോലും ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ട്രിവാൻഡ്രത്ത് പോയി. പിന്നെ വീണ്ടും നമ്മൾ ആ ബോണ്ടിങ് തുടരുകയും സിനിമകളെക്കുറിച്ച് മാത്രം ഒരു കാലത്ത് ഇങ്ങനെ ലൈക്ക് ഞാൻ എറണാകുളത്ത് വരുന്ന ടൈമിൽ ട്രിവാൻഡ്രത്തോട്ട് ഇടയ്ക്ക് പോകുമ്പോൾ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന സിനിമകൾ മാത്രമാണ്. അപ്പം ചിദംബരം എന്നൊരു മനുഷ്യൻ്റെ ഒരു കാലിബർ നമുക്ക് അവൻ്റെ ഐഡിയാസ് അതിലേക്ക് എപ്പോഴായാലും സിനിമയിലേക്ക് വരേണ്ട ഒരാളാണ് ചിദംബരം. ഇതിപ്പോൾ ഞാനല്ല, ഇപ്പം ത്രൂ അല്ലെങ്കിലും പോലും എപ്പോഴായാലും ചിദംബരം സിനിമയിലേക്ക് വരേണ്ട ഒരാളാണ്. അപ്പം അത് നമുക്ക് തന്നെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു ഭാഗ്യം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ശരി എന്താ അതാണെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ചിദംബരം എന്നൊരു ഡയറക്ടറിന് ഞാനെന്നൊരു ആർട്ടിസ്റ്റിനെ എങ്ങനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ എനിക്ക് ലൈക്ക് ഇപ്പം എന്നിലൊരു റൈറ്ററിനെ കണ്ടെത്തിയത് ചിദംബരമാണ്, എന്നിലൊരു കാസ്റ്റിംഗ് ഡയറക്ടറിനെ കണ്ടെത്തിയതും ചിദംബരമാണ്. ജാനേമൻ ജനനവും മരണവും എന്നുള്ളത് പോലും അതിൽ ഫണ്ണും ഉണ്ട്, എന്നാൽ അതിൽ ഭയങ്കര സൂപ്പർ ടൈറ്റിലാണ്. ഇതിലെല്ലാത്തിലും ഞാൻ പറയുന്നത് ഇതിൽ റൈറ്റിംഗ് പാർട്ട് ഭയങ്കര അസാധാരണ രസമുള്ള ഒരു സംഗതിയായിട്ടാണ് വന്നേക്കുന്നത്. നമ്മളിപ്പോൾ സിനിമ കാണുമ്പോഴും അതിലൊരു പ്രത്യേകതരം രസമുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ പോസ്റ്റ് കോവിഡ് ആണ് അത് റിലീസ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ 4 ഇരട്ടി റിസപ്ഷനുള്ള, അല്ലെങ്കിൽ ഈ നിലവിൽ വന്നൊരു OTT പ്ലാറ്റ്ഫോമിന് പകരം നമ്മുടെ ഒരു മെയിൻ സ്ട്രീം മറ്റൊരു OTT പ്ലാറ്റ്ഫോം ആണെങ്കിൽ ഇപ്പോഴും ഈ ഒരു കൾട്ട് സെലിബ്രേറ്റിംഗ് സ്റ്റാറ്റസിലുള്ള സിനിമയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സിനിമ സാധിച്ചെടുക്കുന്നിടത്ത് ഇത് എഴുതിയാൽ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് ഈ പരസ്പരം മനസ്സിലാക്കി പോകുന്നതാണല്ലോ. അത് ഭയങ്കര ഈസി ആയിരുന്നു നിങ്ങൾക്ക്? ഞാൻ ഒരു അടി കൂടാതെ പോകുന്ന പരിപാടിയായിരുന്നു അത്. എനിക്ക് തോന്നുന്നു ഭയങ്കര ആ ടൈം, ഒന്നാമത് ആ ടൈമിനൊരു ഇമ്പോർട്ടൻസും കൂടി ഉണ്ടായിരുന്നു. ഈ കൊറോണ പീരീഡ് വന്നിട്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഒരു ടൈം ഉണ്ടായിരുന്നു. വെറുതെ വീട്ടിൽ കുറേ കാലം അടഞ്ഞുകൂടി ഇരുന്നിട്ട് ആ ടൈമിലാണ് ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യാൻ തന്നെ എനിക്ക് അതാണ്. അതുകൊണ്ട് തന്നെ കൊറോണ ടൈം എന്നെ നമ്മളേറ്റവും കൂടുതൽ സഹായിച്ചൊരു ടൈം, ക്രിയേറ്റീവ് ആവാൻ സഹായിച്ച ടൈം കൊറോണ തന്നെയായിരുന്നു. ആ ടൈമിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ ആയിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ജാനമൻ ഒരു 1-2 മാസത്തിനുള്ളിൽ ഭയങ്കര എല്ലാ ദിവസവും രാവിലെ ഇരുന്ന് ഭയങ്കര പെട്ടെന്ന് സ്പീഡിലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളതിങ്ങനെ ആക്ച്വലി എഴുത്തെങ്ങനെ അപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ എഴുതി പോവോ എങ്ങനെയാണ്? രാവിലെ എല്ലാവരും വന്ന് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചില സമയത്ത് അഭിനയിച്ച് കാണിച്ച് എനിക്ക് തോന്നുന്നു അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ ആ വീട്ടിൽ പോയിട്ടുള്ള പരിപാടി, ഈ ക്യാരക്ടർ ഇപ്പോൾ ലാലകളുടെ ക്യാരക്ടർ ഇങ്ങോട്ട് വരുമ്പോൾ സംഭവിക്കുന്ന സാധനമൊക്കെ നമ്മൾ ചില സാധനങ്ങൾ അഭിനയിക്കുകയും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവർ റെസ്പോണ്ട് ചെയ്യുന്നുള്ള സാധനങ്ങൾക്ക് ബിഹേവ് ചെയ്ത് കാണിക്കുകയും അങ്ങനെ എഴുതി പോകുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ചിദംബരത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. എല്ലാ ക്യാരക്ടറും അവസാനം ഈ ക്യാരക്ടർ എന്തിനാണ് ഇവിടെ, അല്ലെങ്കിൽ ഒരു ആർക്ക് കൃത്യമായിട്ടൊരു ക്യാരക്ടറിന് കൊടുക്കാൻ നിർബന്ധ ബുദ്ധിയുള്ളൊരു റൈറ്റർ കൂടെയാണ് ചിദംബരം. അത് തന്നെയാണ് ആക്ച്വലി ഒരു പ്രത്യേകത. കാരണം ഒരു പോയിന്റിൽ ഇവരുടെ അതെ ഈ ജാനമൻ എഴുതിയൊരു പോയിന്റ് കഴിഞ്ഞിട്ട് എത്തുമ്പോഴാണ് ചിതു ഇങ്ങനെ ടെൻഷനായിട്ട് എന്തോ ഒരു കാര്യം മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്താ വെച്ചാൽ ഇവർക്കൊരു സിസ്റ്ററും കൂടെ വേണം. അതായത് അപ്പോൾ റിയയുടെ ക്യാരക്ടറും ബാലുവിൻ്റെ ക്യാരക്ടറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ നടുക്കുള്ള ഈ കന്യാസ്ത്രീയുടെ ക്യാരക്ടർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറയും ഇതെന്തിന് ഇത്ര എഴുതി വന്നേരം? ഇല്ല
അപ്പം അവിടെ എന്തിനാണ് അവരെ പ്ലേസ് ചെയ്യുന്നത്? ലൈക്ക് ഒരു കന്യാസ്ത്രീ അതിൻ്റെ ഇടയിൽ വരുന്നു, അവരുടെ അപ്പോൾ ഈ 3 ഈ സിബ്ലിങ്സ് ആയിട്ടുള്ള ഒരു ഫ്ലക്ച്വേഷൻസും പരിപാടിയും അങ്ങനത്തെ. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു ക്യാരക്ടറിന് ഒരു ഡെഫിനേഷൻ കൊടുക്കാൻ വെറുതെ ഒരാളെ കൊണ്ടൊന്നും നിർത്തരുത് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പം ജാനമന് ലൈക്ക് എന്താ പറയണ്ടേ, നമ്മളിത് ഇതേപോലെ തന്നെ ഭയങ്കര ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു ആ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ പോലും. ഇപ്പം നമ്മൾ അപ്പോൾ ബാലു ഇടയ്ക്ക് വരും, ആർട്ടിസ്റ്റുകൾ ഇടയ്ക്ക് വന്നിട്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയും. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഒരു സാധനമായിരുന്നു, ഔട്ട്പുട്ടായിരുന്നു ആക്ച്വലി ജാനമൻ. അതാണ് ജാനമൻ അത്രയും ഭംഗിയായിട്ട് വന്നു തോന്നുന്നു. കാരണം എല്ലാവരും ആർക്കും ഒരു പണി ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ. എല്ലാവരും കൃത്യമായിട്ടുള്ള റീഡിങ് സെക്ഷന് വരും. സ്ക്രിപ്റ്റിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ എന്തായി എന്ന് ചോദിക്കാനും അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം എന്താണെന്ന്. അപ്പോൾ നമ്മളെല്ലാ ദിവസവും ആർട്ടിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ഇത്ര പോർഷനായി അത് വായിച്ച് കേൾപ്പിക്കുകയും അവരുടെ സെഷൻസ് ഒക്കെ പറയും. അങ്ങനെ അത് പെട്ടെന്ന് ലൈക്ക് എല്ലാവരും ഫ്രീ ആയിരുന്നു, എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു, എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി, ഈ സിനിമ മാത്രമായിരുന്നു ലക്ഷ്യം എന്നുള്ളൊരു ടൈം ഉണ്ടായിരുന്നു ജാനമൻ. അത് തന്നെയാണ്. അപ്പം ലൈക്ക് അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലായിരുന്നു ആ സിനിമ ഉണ്ടായിരുന്നു, മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നു. അതാണ് എനിക്കൊന്നും ചിദംബരത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, ഏറ്റവും അടുത്തുള്ള ആൾക്കാരുമായിട്ടാണ് 2 സിനിമയും ചെയ്യാൻ പറ്റിയത്. അതിന് അതിൻ്റെതായ ഒരു എന്താ പറയണ്ടേ ക്രിയേറ്റീവ് ഔട്ട്പുട്ട് ഉണ്ട്. ഇപ്പോൾ ഈ മഞ്ഞുമൽ ബോയ്സ് നമ്മൾ കാണുമ്പോൾ, അത് രണ്ടാമതും കാണുമ്പോഴൊക്കെ മലയാളത്തിലെ ഒരു സ്റ്റോറി ടെല്ലർ അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ് മാൻ എന്നൊക്കെ പറയുമ്പം അതിൻ്റെ ഒരു മുൻപന്തിയിൽ ഒരു ഒന്നാമത്തെ നിരയിലൊക്കെ സീറ്റിട്ടിരിക്കുന്ന ഒരു ഫിലിം മേക്കർ ആവുകയാണ്. അല്ലെങ്കിൽ ചിദംബരത്തിൽ നിന്ന് ഇനി ഏത് തരം സിനിമയും ആളുകൾ എക്സ്പെക്ട് ചെയ്യാൻ തയ്യാറാവും. കാരണം അവരൊരു അൺലിമിറ്റഡ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫിലിം മേക്കറായിട്ട് മാറുകയാണ്. ഗണപതിയുടെ കാര്യത്തിൽ മഞ്ഞുമൽ ബോയ്സ് പോലത്തെ ഒരു ഐഡിയ അത് എക്സിക്യൂട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ്, ആത്മാൻ ആണ് എന്നൊക്കെ നേരത്തെ ചിദംബരത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയാണ്? ഞാൻ അതാണ് പറഞ്ഞത്, ചിദംബരത്തിന്റെ മഞ്ഞുമൽ ബോയ്സ് അല്ല, അതിലും ഭീകരമായിട്ടൊരു ഒരു ക്രൈം ത്രില്ലർ സാധനം ചിദംബരത്തുണ്ട്. അപ്പം ചിദംബരം എഴുതിയിട്ടുണ്ടായിരുന്നു, ഓൾറെഡി എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. അപ്പോൾ ചിദംബരം ഒരിക്കലും ഒരു ജേണറിനെ ചുറ്റിപ്പറ്റി സിനിമ ചെയ്യുന്ന ഒരാളല്ല എന്ന് നമുക്ക് പണ്ടേ തോന്നിയിട്ടുണ്ട്. അപ്പം വളരെ വ്യത്യസ്തമാണ്. അതേപോലെ ഒരു ഫാൻറ്റസി ത്രില്ലർ ഉണ്ട് ചിദംബരത്തിൻ്റെ കയ്യിൽ. അപ്പോൾ ഒന്നിനോട് കണക്റ്റഡോ അല്ലെങ്കിൽ ഒന്നും ഒരേപോലത്തെ ഒരു സിനിമ ആയിട്ടല്ല പുള്ളി ചിന്തിക്കുന്നത്. കംഫർട്ട് സോണിൽ നിന്നല്ല. എനിക്ക് പലപ്പോഴും മനസ്സിലാവാത്തത്, സിനിമ നമ്മൾ അപ്രോച്ച് നമുക്ക് എല്ലാ വികാരവും ഉണ്ടല്ലോ. നമുക്ക് ഇപ്പം നമ്മൾ അതാണ് എനിക്ക് തോന്നുന്നു, ട്രിവാൻഡ്രത്താണ് ചിദംബരം പഠിച്ചു വളർന്നത്, കണ്ണൂരാണ് ജനിച്ചത്. അപ്പോൾ കണ്ണൂരിൻ്റെ ഒരു ചുവയുണ്ട്, ട്രിവാൻഡ്രത്തിൻ്റെ ഒരു ലൈക്ക് അവിടെ നിന്ന് ചെറിയ സ്ട്രീറ്റിലൂടെയൊക്കെയാണ് നമ്മൾ വളർന്നത്, ക്വാർട്ടേഴ്സിലൊക്കെയാണ് നമ്മൾ പഠിച്ച് വളർന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലെൻഡ് ഉണ്ട് ചിത്തുവിന്. അപ്പോൾ നമ്മളിപ്പോൾ എറണാകുളത്തേക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു സർക്കിളും ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു സ്ഥലത്തോടും അല്ലെങ്കിൽ ഒരു പ്രത്യേക എന്താ പറയണ്ട ആശയത്തോടും ലോക്കായി കിടക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതന്നെയാണ് എനിക്ക് തോന്നുന്നു ചിദംബരത്തിൻ്റെ ലൈക്ക് ഇനി വരാൻ പോകുന്ന സബ്ജക്റ്റും എനിക്ക് തോന്നുന്നു ഒന്നിനോടും സാമ്യമുള്ള സബ്ജക്റ്റുകളല്ല ഇനി വരാൻ പോകുന്നത് ചിദംബരത്തിൻ്റെ. ഇപ്പം ജാനമനിലാണെങ്കിലും മഞ്ഞുമൽ ബോയ്സിലാണെങ്കിലും ഒരുപക്ഷെ മറ്റു ഫിലിം മേക്കറുമായിട്ട് വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും കുഞ്ഞു പ്രായത്തിൽ മുതൽ ഗണപതിയുടെ എല്ലാ മാനറസും ഗണപതി എന്തൊക്കെ ചെയ്യുമെന്ന് കണ്ടിട്ടുള്ള ഒരാളാണ്. പക്ഷെ പെർഫോമർ എന്നുള്ള രീതിയിൽ എനിക്കൊന്ന് കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ആളുമാണ് ചിദംബരം. ഈ 2 സിനിമയിലും ഭയങ്കര രസമുള്ള ക്യാരക്ടറും പെർഫോമൻസുമാണ് ഗണപതിയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ രണ്ട് രീതിയിലുള്ള ക്യാരക്ടേഴ്സാണ്. മഞ്ഞുമൽ നോക്കിയാലും ജാനമൻ നോക്കിയാലും ഫിലിം മേക്കറായിട്ട് ചിദംബരമായിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്താ? ചേട്ടനാണ്, പക്ഷെ അപ്പുറത്തെ ഫിലിം മേക്കറാണ്. ഈ പറഞ്ഞ കടമ്പെടുത്തും നിർബന്ധ ബുദ്ധിയിൽ തന്നെയാണ് പെർഫോം ചെയ്യിപ്പിക്കുക. ഞാൻ ഈ പറഞ്ഞോളൂ, ഈ മഞ്ഞുമൽ കാസ്റ്റിംഗ് ഒരു പരിധി ചെയ്യുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് എനിക്ക് ഇതിൽ ശ്രദ്ധിക്കാൻ പറ്റും ഈ ക്യാരക്ടർ എന്താണെന്നുള്ള പരിപാടി. അപ്പോൾ 2 ടാസ്ക് ഉണ്ട്. കാരണം നമ്മൾ ഈ കൊടൈക്കനാലാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ കൊടൈക്കനാലിൽ പോകുമ്പോൾ പോലും ചില കാസ്റ്റുകളൊക്കെ ഇങ്ങനെ പെൻഡിങ് വർക്ക് വരും. അപ്പോൾ തലേദിവസം നമ്മൾ അപ്പം അതിൻ്റെ കോൾസ് വിളിക്കണം, അവിടെ സെറ്റ് ആവില്ല, ഇന്ന ആൾക്കാർ സെറ്റ് ആവില്ല എന്നൊക്കെ പറയുമ്പോൾ ഓരോ ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും, അവരായിട്ട് നമ്മൾ ഇരിക്കണം ഡെയിലി രാത്രി. അങ്ങനത്തെ ഒരുപാട് ചടങ്ങുകളും പ്ലസ് ഇതും ഉണ്ട്. അപ്പോൾ ചെയ്തു അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. എന്നാൽ പോലും ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മളെ ഫേവർ ചെയ്യാൻ വേണ്ടി ചെയ്തു ഒന്നും അംഗീകരിച്ച് തരില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു അവസാന നിമിഷം പോലും അടുത്ത ദിവസം വേണ്ട ക്യാരക്ടറിന് ഞാൻ 3 സജഷൻ കൊടുക്കും, 3 ചിലപ്പോൾ കംപ്ലീറ്റ്ലി റിജക്റ്റ് ചെയ്ത് കളയും പുള്ളി. അപ്പോൾ അതിൽ പുള്ളിക്ക് കോംപ്രമൈസ് ഇല്ല. അപ്പോൾ പക്ഷെ അതുകൊണ്ടാണ് നമ്മളെയും അത്രയും പണിയെടുക്കാൻ വേണ്ടി പ്രൊഫഷണലി കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. അപ്പം ലൈക്ക് ലൊക്കേഷനിൽ വന്നാൽ ഞാൻ സാറിനല്ലാണ്ട് ക്യാമറയിൽ മുമ്പിൽ വിളിക്കാറില്ല. ഒബ്വിയസ്ലി നമ്മളങ്ങനെ ലൈക്ക് അവിടെ ഈ ചേട്ടൻ അനിയൻ ബന്ധത്തിൽ ഞാൻ അതിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിൽ പോയി ഇരിക്കുകയോ സംസാരിക്കുകയോ അല്ലെങ്കിൽ
ഷൈജുക്ക് ഇവരൊക്കെ പേഴ്സണലി ഭയങ്കര എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ പോയി തോന്നിട്ട് കേട്ട് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അത് എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛൻ ഒരു ഫിലിം മേക്കറാണ്. അപ്പം അത് അവിടെ നിന്ന് കിട്ടിയ തന്നെ ഒരു സ്കൂൾ തന്നെയാണ്. കാരണം ലൈക്ക് നമ്മൾ സെറ്റിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ലൈക്ക് റിലേഷൻഷിപ്പും അല്ല, അല്ല അവിടെ ലൈക്ക് നമ്മളെ ഉദ്ദേശ പണി അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ പണി എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഏൽപ്പിച്ചേക്കുന്ന പണി കൃത്യമായിട്ട് ചെയ്യുക. അതിനിടയ്ക്ക് ഫണ്ടും ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഭയങ്കര സീരിയസ് ആയിട്ട് സിനിമയെക്കാളും ഭയങ്കര തമാശയോടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവരോട് അഭിനയിക്കുമ്പോൾ പോലും ഒരു ടേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് കളിയാക്കുന്ന ആൾക്കാരാണ് ഈ ബാലു, ചീഞ്ചേട്ടൻ. അപ്പോൾ ഒരു മത്സരമായിരുന്നു ആക്ച്വലി. അതിൽ മത്സരം, അതിൽ ഫണ്ടും ഉണ്ട്. പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള പണി ചെയ്യാനുള്ള കെൽപ്പുള്ള ആൾക്കാരാണ്. നമ്മൾ ഈ പാട്ട് പ്ലേ ചെയ്തുകൊണ്ടാണ് ഈ വടംവലി വലിച്ചത്. കാരണം ഈ പടം തുടങ്ങുന്നതിന് മുമ്പ്, സ്ക്രിപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഐഡിയ ഉണ്ടായിരുന്നു ചിദംബരത്തിന്, കൺമണി അൻപോട്. കാരണം അപ്പോൾ ഞാനും ചിദംബരം ഇങ്ങനെ സംസാരിക്കുമ്പോൾ പോലും ചിദംബരം ഈ എടുക്കുമ്പോൾ മറ്റേ ഉന്താന കായം എന്നാല് താങ്ങിടും, ലിറിക്കലായിട്ട് ഷോർട്ട് ബൈ ഷോർട്ട് ആയിട്ട് ആക്ച്വലി കൃത്യമായിട്ട് ഈ സ്ക്രിപ്റ്റ് പോലും കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പേ ഈ ഒരു പോർഷൻ ചിദംബരത്തെ മനസ്സിലായിരുന്നു.